സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനൊന്ന് മെയിലേക്ക് ചെയ്തിട്ട് പറഞ്ഞാ പോരെ? ഓക്കെ ഓക്കെ, ശരി ശരി. ആദി, ഒരു ഫംഗ്ഷൻ നടക്കുന്ന വീടല്ലേടാ, എന്തെങ്കിലും ഒരുക്കങ്ങൾ വേണ്ടേ? ആന്റി, ഒരാഘോഷം വേണ്ടെന്നല്ലേ അഭി പറയുന്നത്? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് സെലിബ്രിറ്റി ഗസ്റ്റിന് വരെ. സുഹാസിനി ചേച്ചി പോയതിന്റെ ദേഷ്യത്തില് അവൻ പലതും പറഞ്ഞെന്നിരിക്കും. എങ്കിലും നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യണ്ടേ? അമ്മ ഇല്ലാത്തതിന്റെ കുറവ് ഒരിക്കലും അവന് ഫീൽ ചെയ്യരുത്. ഇനിയുള്ള ഓരോ നിമിഷവും അവൻ ഹാപ്പി ആയിരിക്കണം. ശരിയാ ആദ്യേട്ടാ, ലളിതമായിട്ടാണെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ നമുക്ക് കിട്ടിലാക്കണം. വൈകിട്ട് 7 മണി വരെ സമയമുണ്ടല്ലോ. അപ്പോഴേക്കും ഈ വീട്ടിലെ ആംബിയൻസ് ഒന്ന് മാറ്റിയെടുക്കണം. കുടുംബ കാര്യങ്ങളെക്കാൾ സുഹാസിനിക്ക് താല്പര്യം ബിസിനസ്സാ. അവൾ അതിന്റെ ആവശ്യങ്ങൾക്ക് പോയിന്ന് കരുതി അഭിക്കുട്ടന്റെ ബർത്ത്ഡേക്ക് നമ്മളായിട്ട് ഒരു കുറവും വരുത്താൻ പാടില്ല. അബി, നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ മോനെ. അബി, നീ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ വീട്ടുകാരെല്ലാം ചേർന്ന് ഇത് സെലിബ്രേറ്റ് ചെയ്യും. ഡ്യൂക്ക് എംപയറിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരിൽ ഒരാളായ അഭിജിത്തിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി വലിയ പ്രോഗ്രാം ആയിരിക്കുമെന്ന്. ഇതൊരുമാതിരി മരണവീട് പോലെ. വന്ന് കയറിയപ്പോഴേ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതെ രേണു. അച്ഛനെന്താ വരാത്ത? ഇന്ന് രാവിലെയല്ലേ സുഹാസിനി UK പോയ കാര്യം അറിഞ്ഞത്. സ്വന്തം അമ്മയ്ക്ക് പോലും ഈ ഫംഗ്ഷന് താല്പര്യമില്ല. പിന്നെ ഞാനെന്തിനാ വരുന്നെന്ന് ചോദിച്ച് മാധവേട്ടൻ കോയമ്പത്തൂർക്ക് പോയി. അച്ഛനെന്തായാലും അങ്ങനെ പറയില്ല. അമ്മ നിർബന്ധിച്ച് പറഞ്ഞയച്ചതായിരിക്കും. എന്നെ അങ്ങനെ കരുതിക്കോ. എന്റെ മോള് താമസിക്കുന്ന വീടാണല്ലോ എന്ന് കരുതി മാത്രം ഞാൻ വന്നത്. സുഹാസിനി മനഃപൂർവ്വം മാറി നിന്നതാ. എന്തിന്? അതിനുള്ള കാരണം ഇവിടെ തന്നെയുണ്ട്. ഇവളെ അഭി കല്യാണം കഴിച്ചതിന്റെ ദേഷ്യവാ സുഹാസിനെ ഇവിടുന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചത്. അത്രയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാ അമ്മ പോയത്. അല്ല, ഇന്നത്തെ പ്രോഗ്രാമിൽ അഭിക്കൊപ്പം എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നത് അഞ്ജലിയാണെന്ന് സുഹാസിനിക്ക് അറിയാം. അത് കാണാൻ പറ്റാത്തതുകൊണ്ടാ അവര് മാറിക്കളഞ്ഞത്. അമ്മ ഇങ്ങനെ ഇരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. ഭർത്താവിനെ മയക്കി വീട് സ്ഥലവും ജപ്തിയിൽ നിന്ന് ഒഴിവാക്കിയെടുത്തവളാ അഞ്ജലി. ഇവിടെ നിന്ന് എന്തൊക്കെ സ്വന്തം വീട്ടിലേക്ക് മാറ്റുമെന്ന ആശങ്കയില്ല സുഹാസിനി. അമ്മേ, ഈ സംസാരം നിർത്ത്. കാവ്യ, നീ ആന്റി അകത്തേക്കുണ്ടോ? ചേരേണ്ടത് തമ്മിലേ ചേരാവൂ. ഗതികെട്ട വീട്ടിലെ പെണ്ണിനെ കെട്ടിയാൽ കുടുംബത്തിൽ ഇങ്ങനെ പല പൊരുത്തക്കേടുകളും സംഭവിക്കും. ആന്റി പറഞ്ഞത് ശരിയാ. പണത്തിന്റെ കാര്യത്തിൽ ഞാൻ ദരിദ്രയാ. അഞ്ജു, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. എന്നെക്കുറിച്ച് എല്ലാം ആന്റിക്ക് അറിയാം. എന്നിട്ടും എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കുന്നതിന് സംസ്കാര ശൂന്യത എന്നാ പറയുന്നത്. സാധാരണ നമ്മൾ കൾച്ചർ ഇല്ലാത്തവരെന്ന് വിളിക്കില്ല. അത് പണമുള്ളവർക്ക് മാത്രം കിട്ടില്ല. രേണുക നമ്മുടെ ഗസ്റ്റാ. അതിഥികളെ പരിഹസിക്കുന്നത് മോശം കാര്യമാണ്. ഇത് തുടങ്ങി വെച്ചത് രേണുകാന്റി തന്നെയല്ലേ? ഇവര് രണ്ടുപേരും ഈ കുടുംബത്തിന്റെ മരുമക്കളായി ഒരേപോലെ കയറി വന്നവരാ. പണവും പ്രൗഢിയും വെച്ച് ഇവിടെ ആരെയും വേർതിരിച്ചിട്ടില്ല. അത് ശരിയാ. ഈ കുടുംബത്തിലുള്ളവരും ഇവിടേക്ക് വരുന്നവരും പരസ്പരം ബഹുമാനത്തോടെ പെരുമാറാനാ ആദ്യം ശ്രമിക്കേണ്ടത്. എനിക്കിവിടെ വേറെ ആരെയും ഒന്നും പഠിപ്പിക്കാനില്ല. സുഹാസിനി വിളിച്ചു, ആ മര്യാദയ്ക്ക് ഞാൻ വന്നു. വരാൻ വേറൊരു കാരണം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. നീങ്ങി വന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വാ. രേണുകയുടെ സ്വഭാവം നിനക്കറിയാലോ. അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ ഒന്നും മനസ്സിൽ സൂക്ഷിക്കണ്ട കേട്ടോ. വാ. നിനക്കിതുവരെ അമ്മയോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ? ആ വിഷമം മാറാൻ നീ ആഗ്രഹിച്ചതുപോലൊരു ഗിഫ്റ്റ് അഞ്ജലിയുടെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടിയിരിക്കും. അതേട്ടാ, അവളതിനെ സമ്മതിച്ചോ? സമ്മതിച്ചില്ല, പക്ഷെ സമ്മതിപ്പിക്കും. അതേട്ടാ, നിങ്ങൾ എന്റെ മുത്താണ്, മുത്ത്. നീ വാ.
എന്താ അമ്മ? എനിക്കൊരു അനോണിമസ് കോൾ വന്നു. അത് കേട്ടപ്പോ മുതൽ എനിക്ക് ഒരിടത്തും നിൽക്കാൻ പറ്റുന്നില്ല. നെഞ്ചിനുള്ളിൽ ഒരു പുകച്ചില്. അമ്മ എന്താ കേട്ടത്? സുഹാസിന് ഇവിടുത്തെ സ്വത്തിന്റെ ഭൂരിഭാഗവും അഭിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് പോലും. എന്നുവെച്ചാൽ ആദർശന് അർഹതപ്പെട്ട സ്വത്ത് കിട്ടില്ല. നിനക്കൊന്നും ഉണ്ടാവില്ല. എല്ലാം അനുഭവിക്കാൻ പോകുന്നത് ആ അഞ്ജലിയാ. അത് ആരായിരിക്കും അമ്മയെ വിളിച്ചത്? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുന്ന ആരോ ആണ്. ഞാൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചപ്പോ ആ നമ്പർ നിലവിലില്ലാന്ന് പറഞ്ഞു. അഞ്ജലി ഒട്ടും ഇഷ്ടമില്ലാത്ത സുഹാസിനി സ്വത്തിന്റെ ഭൂരിഭാഗം അഭിയുടെ പേരിൽ എഴുതി വെച്ചതിന്റെ രഹസ്യമാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ രണ്ടു മരുമക്കളിൽ സുഹാസിനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാണ്. അത് സത്യമാണെങ്കിൽ ആദിയുടെ പേരിലല്ലേ കൂടുതൽ സ്വത്തുകൾ എഴുതി വെക്കേണ്ടത്? അതും ഇന്നത്തെ ബർത്ത്ഡേയിൽ അഭിക്ക് കൈമാറുമെന്ന് അയാള് പറഞ്ഞത്. അങ്ങനൊരു കാര്യം ഇവിടെ നടന്നാൽ ഞാൻ ഇടപെടും. ആ നിമിഷം നീ എന്റെ കൂടെ ഇറങ്ങണം. സുഹാസിനി ഇവിടെ ഇല്ലല്ലോ എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഞാനത് സമ്മതിക്കില്ല. ആന്റിയുടെ സ്വത്ത് ആന്റിയുടെ ഇഷ്ടം പോലെ കൊടുക്കട്ടെ അമ്മ. നമ്മൾ എന്തിനാ അതിൽ ഇടപെടുന്നേ? ഇത് പക്ഷപാതമല്ലേ? അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. സ്വത്ത് തുല്യമായി വീതിക്കണം, അതാണ് മര്യാദ. അല്ലാതെ നീ അനുഭവിക്കേണ്ട സ്വത്ത് കൂടി അഞ്ജലി അനുഭവിക്കണ്ട. ഇന്നത്തെ വേദിയിൽ അഭിക്ക് ഭൂരിഭാഗം സ്വത്ത് വീതിച്ചു കൊടുത്താൽ ഞാൻ നോക്കി നിൽക്കില്ല. ദേ, തുല്യമായി വീതിക്കണം. അല്ലെങ്കിൽ എന്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാകും. അമ്മ ആ ദാ മധുരമെന്നല്ലോ. വാ. മധുരന്ന് ഉറപ്പായിട്ടും വരുമെന്ന് അമ്മ വിളിച്ചപ്പോ പറഞ്ഞു. ഞാൻ മാത്രല്ല, ഇറങ്ങി വാ. മഠത്തിലെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികള് സന്ധ്യ കഴിഞ്ഞ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഇതിപ്പോ ബിഷപ്പിന്റെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാ വന്നത്. വാ മക്കളെ, വാ വാ. അഭി എവിടെ? അവനെ ഭയങ്കര ഒരുക്കത്തില്ല. എന്തായെന്ന് ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. ശരി. രാധയ്ക്ക് സുഖല്ലേ? കുടുംബ പ്രാരാബ്ധങ്ങളൊന്നും ഇല്ലാത്തോണ്ട് സുഖമായിട്ടിരിക്കുന്നു. വരും അത്. ഏതടിയാ കന്യാസ്ത്രീ? അത് സുഹാസിനി ആന്റിയുടെ ഫ്രണ്ടാ. ഓ, നേരത്തെ ഒരു സന്യാസിനി വന്നു, ഇപ്പൊ ദേ കന്യാസ്ത്രീ. ഇനി പള്ളിയിൽ നിന്ന് ഒരു ഉസ്താദിനെ കൂടെ കൂട്ടിക്കൊണ്ടു വന്ന മതസൗഹാർദ്ദം ആയനെ. അമ്മ ഒന്നും മിണ്ടാതിരിക്കൂ. ഞാൻ മിണ്ടാൻ പോകുന്നതേ ഉള്ളൂ. അതെ, എന്നെ വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. കാവ്യ, ഇത് സുഹാസിനെ എന്നെ ഏൽപ്പിച്ചതാ. ഇന്നത്തെ ബർത്ത്ഡേ ഫംഗ്ഷന് വെച്ച് അഭിയെ ഏൽപ്പിക്കാനായി. പ്രധാനപ്പെട്ട എന്തോ ഡോക്യുമെന്റ്സാ. ഇത് നിങ്ങളുടെ റൂമിൽ വെച്ചോ. ഞാൻ ചോദിക്കുമ്പോ തന്നാ മതി. ശരി. എന്താ ഇവിടെ? അത് പിന്നെ
സുഹാസിനി ഇവിടെ ഇല്ലാത്തതല്ലേ? എല്ലാത്തിനും മുന്നിൽ നിന്ന് മകന്റെ ബർത്ത്ഡേ നടത്തേണ്ടത് ശങ്കറല്ലേ? ആ ആ, അതെ. എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കാണോ? ക്ഷണിക്കപ്പെട്ടവരൊക്കെ വരുമ്പോ അവിടെ ഉണ്ടാവണ്ടേ? ആ, വേണം. ആ പിന്നെ ഏതാ സിസ്റ്റർ? ഭയങ്കര ഷോയാണല്ലോ. അവരുടെ ഇടപെടൽ കണ്ടാൽ തോന്നും സുഹാസിനേക്കാൾ മേലെയാണെന്ന്. അത് സുഹാസിനിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ. എത്ര അടുത്ത സുഹൃത്തായാലും ഇത്ര അധികാരം കൊടുക്കരുത്. അതുകൊണ്ട് ശങ്കർ അവിടെ തന്നെ വേണം. ഇല്ലെങ്കിൽ ഫംഗ്ഷനിൽ അവര് സ്കോർ ചെയ്ത് പോവും. എനിക്ക് ആ സിസ്റ്ററെ ഒട്ടും ഇഷ്ടാവുന്നില്ല. അതുകൊണ്ടാ കേട്ടോ. ആ എന്താ ഇവിടെ നിൽക്കുന്നേ? ആ, ഒന്നുമില്ല, വെറുതെ ഒന്ന് ഫ്രഷ് ആവാൻ. എന്നാ വാ, താഴോട്ട് പോകാം. ഹലോ, എടാ നീ ഇങ്ങനെ എപ്പോഴെപ്പോഴും കണ്ണാടി നോക്കണ്ട. നീ സുന്ദരനല്ലേ? ജെന്റിൽ ആൻഡ് ഹാൻസം. ആണോ? അതേടാ. എന്നിട്ടെന്താ അഞ്ജലി എനിക്കൊരു ലുക്ക് പോലും തരാത്തെ? നീ നോക്കിക്കോ, ഇന്നുകൊണ്ട് എല്ലാം മാറി മറിയും. അതേട്ടാ, അഞ്ജലി കിസ് ഇതൊക്കെ ഉള്ളതാണല്ലോ അല്ലേ? ആ ഒരു ഒറ്റ പ്രതീക്ഷയില ഈ ഒരുക്കങ്ങളൊക്കെ ഞാൻ നടത്തുന്നത്. എടാ, കാവ്യ അതെല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സമയമാവുമ്പോ കിട്ടും. ഈ കിട്ടുമെന്ന് പറഞ്ഞത് വേറെന്തെങ്കിലും ഉദ്ദേശാണോ? ഒരു കിസ്സും പ്രതീക്ഷ നിന്നിട്ട് ഒടുക്ക ആളുകളുടെ മുമ്പിൽ വെച്ച് അവൾ അടിവയറ്റിൽ മുട്ട് കയറ്റാതിരുന്നാ മതിയായിരുന്നു. എടാ, നീ ഇങ്ങനെ കിടന്ന് പിടയ്ക്കാതെ. നീ ആഗ്രഹിച്ച സമ്മാനം തന്നെ നിനക്ക് കിട്ടും. പക്ഷേ നീ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. ചാൻസ് കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇതുവരെ ഒരുക്കം കഴിഞ്ഞില്ലേ? അഭിയുടെ ബർത്ത്ഡേക്ക് എന്താ സമ്മാനം തരിയെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഓർത്തത് അഭിക്കുള്ള ഏറ്റവും വലിയ സമ്മാനം ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന്. വാ. നിനക്കുള്ള സമ്മാനം. ഒന്ന് അടുത്ത് നിന്നേ, ഞാനൊന്ന് കാണട്ടെ. അതെ മധുരേ, ഇത് സെറ്റാവാൻ കുറച്ച് സമയമെടുക്കും. ഞാൻ താഴെ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഈ ഫംഗ്ഷനിൽ അഞ്ജലി അഭിയോടൊപ്പം നിൽക്കണം. ആ, അതാണ് അതിന്റെ ശരി. അഭി കൈവിട, നീങ്ങി നിക്ക. കണ്ടോ മദറെ, ഞാൻ തൊടുന്ന തന്നെ അലർജിയാ. പിന്നെ ഇത് എങ്ങനെയാ ശരിയാവുന്നേ? അഭി, എനിക്ക് ഇത്രയും അടുത്തെത്തിക്കാനേ കഴിയും. വിട്ടുപോകാതെ നോക്കേണ്ടത് അഭിയാ. എങ്കിലത് നേരത്തെ പറയണ്ടേ? ഇപ്പൊ ശരിയാക്കി തരാം. അഭി കൈവിടാനാ പറഞ്ഞത്. മദർ പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഞാൻ ഈ പിടി വിടത്തേയില്ല. ഞാനും എന്റെ വൈഫും ഫംഗ്ഷന് പോകും റെഡിയായി. മദർ പ്ലീസ് വാ. കാവ്യ നോക്ക്, അവരൊന്നിച്ചു വരുമ്പോ നല്ല ജോഡിയല്ലേ? ഹലോ സാർ, ഞങ്ങൾ വീടിന്റെ പുറത്തുണ്ട്. ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം.
ഡോക്യുമെന്റ്സ് അടങ്ങിയ പെട്ടി എവിടെയായിരിക്കുന്നതെന്നും അതെങ്ങനെ എടുക്കേണ്ടതെന്നും ഞാൻ പറയാം. ഒരാൾ അകത്ത് കയറിയാൽ മതി. ഡോക്യുമെന്റ്സ് എടുത്ത് തിരികെ പോകുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന സിമ്മ് നശിപ്പിക്കണം. ശരി സർ. എങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വീടിന്റെ കോമ്പൗണ്ടിലെത്തണം. ഓക്കെ സർ. അടുത്തതായി ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് സെറമണിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അഭിയെയും കൂടെ അഞ്ജലിയെയും വെൽക്കം ചെയ്യുന്നു. അഞ്ജു, ഉമ്മ കൊടുക്കുന്ന കാര്യം മറന്നേക്കരുത്. വാക്ക് പാലിക്കണം. അഞ്ജലി, എന്തിനാ വെറുതെ ഒരു കട്ട് ഓഫ് ആർ? ഞാൻ ഇനി നിന്നെ വിടില്ല. ഏട്ടൻ എന്ത് പറ്റി? സുഹാസിനി ചേച്ചിയോ ഇല്ല, അച്ഛനും കൂടി മാറി നിൽക്കുന്നു അവന് തോന്നില്ലേ? അതിന് ഞാനിവിടെ ഉണ്ടല്ലോ. പക്ഷെ മനസ്സിവിടെ ഇല്ല. ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് നീ ഇവിടുന്ന് മാറിയാ മതി. അഞ്ജലി, നീ ഒപ്പം നിന്നാലേ ഇവനൊരു ധൈര്യം വരും. അതാണ് കറക്റ്റ്. അമ്മേ, എല്ലാ തവണയും കേക്ക് കെട്ടിയത് എനിക്ക് ആദ്യം തരുന്നത് അമ്മയാ. അമ്മ ഇവിടെ ഇല്ലാന്ന് ഓർത്തില്ല. ഇത്തവണ ആ ചടങ്ങ് അച്ഛൻ നടത്തട്ടെ. എവിടുന്നോ കയറി വന്ന കന്യാസ്ത്രീയാ ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ചെല്ലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. നിക്ക് നിക്ക്, പ്രധാനപ്പെട്ട ഒരാള് അബിക്ക് മധുരം കൊടുത്തില്ല. അബിയുടെ പ്രിയപ്പെട്ട അഞ്ജു. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ മധുരം വയ്പ. തന്നോ 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 തന്നോ. അഞ്ജലി, അഞ്ജലി, അഞ്ജലി പിടിക്ക. അഞ്ജലി നിക്ക്. അഞ്ജലി കാവ്യം പിടിക്ക.
ശങ്കർ സാറ് പറഞ്ഞ അടയാളം വെച്ചിട്ട് ഇതായിരിക്കാനാ ചാൻസ്. ശേ, കറണ്ട് പോകുന്നില്ല. ഇങ്ങനെ ബലമായിട്ട് എന്റെ സ്നേഹം പിടിച്ചു വാങ്ങാന്ന് കരുതിയല്ലേ? അയ്യടാ, എന്നെ മനഃപൂർവ്വം ഉമ്മ വെച്ചിട്ട് ഇപ്പൊ ന്യായം പറയുന്നു. ഹ, ഇവിടെ അടങ്ങിയിരിക്കേ. വിട്ടു. വിട്ടു അഭി. ഇന്ന് എനിക്ക് സന്തോഷത്തിന്റെ ദിനമാ. സ്വന്തം കുടുംബത്തിലെത്തിയ പ്രതീതി. കണ്ടില്ലേ, അഞ്ജലി അഭിയും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഓരോ നിമിഷവും കാമുകി കാമുകന്മാരെ പോലെയാ. ചിരിയും കളിയും എല്ലാം ആസ്വദിക്കുക. കേട്ട് പഠിക്കും മോളെ, കേക്ക്. കാവ്യേ, ആ, ഇങ്ങ വന്നേ. ഞാനിപ്പോ വരാവേ. ഞാൻ ഏൽപ്പിച്ച ബാഗില്ലേ, അതിങ്ങെടുത്തോളൂ. അത് അഭിയെ ഏൽപ്പിച്ച എനിക്ക് അങ്ങ് പോവാം. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. വീഴല്ലേ? ആ ശങ്കർ, ഞാൻ ഇപ്പൊ വിളിക്കാം. സുഹാസിനി എപ്പോഴാ എത്തുന്നേ? അറിയില്ല, 2-3 പ്രോഗ്രാം ഉണ്ട്. ആ മക്കളെ, വീഴല്ലേ? കാവ്യ, ബാഗ് ഞാൻ എടുത്തിട്ട് വരാം. നീയും അഞ്ജലിയുടെ കാര്യം നോക്കിക്കും. ഫംഗ്ഷൻ കഴിയുന്നതുവരെ അവള് മുങ്ങരുത്. ബാഗ് നമ്മുടെ മുറിയിലെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചെല്ല. ഹലോ സാർ. എന്തായിടോ? അകത്ത് കയറിയിട്ടുണ്ട് സാർ. മുറിയിലെത്തി. വേഗം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യ്. ആ, ശരി സാർ. ഓക്കെ ഓക്കെ, ഞാൻ എന്റെ വൈഫിന്റെ കൊടുക്കാം. അവളെ ഒന്ന് വിഷ് ചെയ്തേക്ക്. ഓ, എന്റെ ദൈവമേ. ആ, അവള് ടയർഡായിട്ട് കിടക്കുവാ. ഞാൻ പിന്നെ വിളിക്കാം. എഴുന്നേറ്റ്. നമ്മളെ ഇത് കുടിക്കേ, ഇത് കുടിക്കേ, കുടിക്കേ. ആ, ആന്റി റെക്കമെൻഡ് ചെയ്യേ. മോളെ കുടിക്കേ. സോറി. കോട്ട് മുഴുവൻ വൃത്തിയേടായല്ലോ. നീ പോയി മാറിയിട്ട് വാ. ആ, ഓക്കെ. ആ, ഹലോ, മാറിയിട്ടേ ഞാനൊരു വരവ് വരും കേട്ടോ. ആന്റി, ഇവനെ ഞാൻ കൊല്ലൂട്ടോ. സില്ലി ഗേൾ.